അങ്ങനെ നമ്മുടെ അനുമോള് അനീഷിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാണ്. ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന അനീഷിന്റെ അടുത്തേക്ക് അനുമോള് പോയിട്ട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് ചേട്ടനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ അനീഷ് അത് കേൾക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അനു പറയുന്നുണ്ട്, ചേട്ടനൊന്ന് നമ്മുടെ മൈജി കോർണറിന്റെ അങ്ങോട്ടൊന്ന് വരും, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് അനീഷ് തീർത്തും പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല എന്ന്. പൊതുവെ ആവർത്തിച്ച് ഉത്തരം പറയുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയാണ് നമ്മുടെ അനീഷ്. അത് ഇവിടെയും ചെയ്തിട്ടുണ്ട്. താല്പര്യമില്ല എന്ന് തീർത്തും അദ്ദേഹം അനുമോളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അനു ആദിലോടും നൂറയോടും തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ചേട്ടൻ എന്താണാവോ വിചാരിച്ചത്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓക്കെ ചേട്ടാ എന്ന് പറയുമെന്ന് അനീഷേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ ആവോ? അതുകൊണ്ടാണോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് എന്നും എനിക്കറിയില്ല. കുറച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ലേ? അത് മാത്രമല്ല, എന്നേക്കാൾ 1-2 പ്രായം കൂടുതലുള്ള വ്യക്തിയെ മാത്രമേ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഇത് കുറച്ച് വർഷം കഴിഞ്ഞ് 40-42 വയസ്സായില്ലേ. എന്തായാലും അനീഷ് ഇപ്പോൾ അനീഷിന്റെ ആ പഴയ ഒരു ലെവലിലേക്ക് തന്നെ തിരികുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ഗൃഹസ്ഥനെ കുടുംബസ്ഥനാക്കി മാറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അനീഷ് വീണ്ടും പഴയതുപോലെ ആയി എന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.